പിന്നെ അത് കഴിഞ്ഞ പാടിയിൽ എന്തെങ്കിലും പട്ടിയെ കുറിച്ചോ അങ്ങനെയുള്ള സാധനങ്ങൾ അറിയാൻ വേണ്ടി നോക്കും. അതുപോലെ തന്നെ നോക്കുമ്പോൾ നിങ്ങൾ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. വണ്ടി ഓയിൽ ലീക്ക് ഉണ്ടോ വണ്ടി എന്തിൻ്റെ ഈ ഭാഗത്ത് അടിയിലായിട്ട് എല്ലാ ഗിയർ ബോക്സിലോ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓയിൽ ചാടി വിടണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം? പോയിട്ട് തുറക്കാം. പോയിട്ട് തുറന്നു കഴിഞ്ഞിട്ട് റേഡിയേറ്റർ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. ഓയിൽ ചെക്ക് ചെയ്യണം. ഇത് ചെയ്യണം. പിന്നെ ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് നോക്കണം. ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഓയിൽ നോക്കി ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ടോ. ഓയിൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? വയറിങ് അല്ല എന്നാ ചേഞ്ച് തീർന്നു അല്ലേ. ഓയിൽ കൂടുതലാണെങ്കിലോ വണ്ടി ഓഫാക്കിയാലും വണ്ടി ഓഫായി. ഓയിൽ കൂടുതലാണ് എന്ത് ചെയ്താലും വണ്ടി ഓഫായില്ല. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റമർ ആളെ വിളിച്ച് വണ്ടി ഓയിൽ ഊറ്റി കളഞ്ഞാൽ മാത്രമേ അത് ഓഫാകൂ. മിനിമം വന്നാൽ മാത്രമേ ഓഫാകൂ. ചില വണ്ടിയൊക്കെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഓടിപ്പോകാൻ പറ്റില്ല. വണ്ടി നിൽക്കാതെയൊക്കെ സ്റ്റാർട്ടാക്കി ആൾക്കാർ ഇറങ്ങി കഴിയുമ്പോൾ ഓടിപ്പോകാൻ പറ്റില്ല. അത് ഓയിൽ കൂടുതലായില്ല. ഓയിൽ കൂടുതൽ ഒരു കാരണത്തിനും വണ്ടി നിൽക്കില്ല. വണ്ടി സ്റ്റാർട്ടാക്കി കഴിച്ചാൽ പിന്നെ അത് ഡ്രൈവറെ ഏത് കാലം വെച്ചാൽ കയറണം വണ്ടിക്കകത്ത്? എടുത്ത കാലം. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല സ്ഥലങ്ങൾ കുട്ടനാട് കയറ്റം അടുത്ത് പറഞ്ഞു. എയർപോർട്ട് വെള്ളം, ആശുപത്രി കവാടങ്ങൾ, ഫുട്പാത്തിൽ, ഫയർ എഞ്ചിൻ വെള്ളം ശേഖരിക്കുന്ന സ്ഥലങ്ങൾ, ജംഗ്ഷനിൽ, കപ്പോട് കവാടങ്ങളിൽ, സിക്സാഗ് ലൈനിൻ്റെ ആണ്. സിക്സാഗ് എവിടെ കാണുന്നത്? അളവിൽ അത് വരും. അനോ പാർക്ക് തന്നെ സിംബലുകൾ കാണുന്ന സ്ഥലങ്ങൾ, അതായത് സിംബലുകൾ മറയുന്ന രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യില്ല അല്ലേ. സൈൻ ബോർഡുകൾ അങ്ങനെയുള്ള സാധനങ്ങൾ മറയുന്ന രീതിയിൽ വണ്ടി പാർക്ക് ചെയ്യില്ല. പിന്നെ സീബ്ര ക്രോസിംഗ് വണ്ടി പാർക്ക് ചെയ്യില്ല. പിന്നെ ഓട്ടി വണ്ടി പാർക്ക് ചെയ്യില്ല. ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടാണെങ്കിൽ അത് എതിരായിട്ട് വണ്ടി പാർക്ക് ചെയ്യില്ല കേട്ടോ. പിന്നെ ഓവർടേക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ഓവർടേക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ പിന്നെ ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം ഇടവിട്ടുള്ളവരേ ഉള്ളത് അല്ലേ. ഓവർടേക്ക് ചെയ്യാൻ പാടില്ല സ്ഥലങ്ങൾ വളവില് തീർച്ചയായിട്ടും വിളവിന് വെച്ചിട്ട് പിന്നെ ജംഗ്ഷനില് പിന്നെ കുത്തിനുള്ള കയറ്റത്തില് കുത്തിനുള്ള ഇറക്കത്തില് പാലത്തില് പാലമില്ലേ പാലങ്ങളില് പിന്നെ മുന്നിലുള്ള റോഡ് വ്യക്തമായി കാണാൻ പാടില്ല സ്ഥലങ്ങളിൽ കേട്ടോ. അതായത് വളവില് വണ്ടി പാർക്ക് ചെയ്യാൻ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അല്ലേ. പിന്നെ വണ്ടിയെ കയറി കഴിയുമ്പോൾ ഡ്രൈവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? DSMS. ഡി എന്നാ ഡോറ്. ഡ്രൈവറിന്റെ ഡോറ് അടയ്ക്കണം. നമ്മുടെ ഡോറ് അടയ്ക്കണം. നമ്മുടെ ഇതിൽ കയറിയ പാസഞ്ചറാണ് അവരുടെ എല്ലാം ഡോർ അടയ്ക്കണം. ക്ലിയർ ആയി 4 ഡോർ അടയ്ക്കണം അല്ലേ. അതുപോലെ തന്നെ പിന്നെ എത്തല്ല സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാ? ക്ലച്ച് കാലെത്തുമെന്ന് നോക്കി. അതുപോലെ തന്നെ നമ്മൾ കൈ അകലം എന്താ നെഞ്ചുമായിട്ടുള്ള അകലം വേണം ക്ലിയർ. അതെന്താ വെച്ചാൽ അകലം കൂടുതൽ വേണമെന്ന് പറയാൻ കാരണം തന്നെ അത് എയർ ബാഗ് വർക്ക് ചെയ്യുമ്പോൾ അത് തങ്ങിട്ട് വന്നിരിക്കാൻ സാധ്യതയുള്ള കാരണം കൈ അകലവും പോകും കേട്ടോ. അതുമായിട്ടുള്ളൂ. പിന്നെ മിറർ സൈഡ് മിറർ, പിന്നെ റിയർവ്യൂ മിറർ അവിടെ ഇരിക്കുന്ന വണ്ടിയുടെ ഡ്രൈവറിന്റെ മുകളിൽ കേട്ടോ. അതിലാണ് പുറകിൽ വണ്ടി വരുന്നതെന്ന് നോക്കുന്നത്. അതിനെ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? കണ്ണാടിയുടെ മുകളിലാണെങ്കിൽ മാത്രം, അതായത് കണ്ണാടി പകുതി അടിച്ചിട്ട് രണ്ടാടി തിരിക്കും. പകുതി അടിച്ചിട്ട് മുകൾ ഭാഗത്താണെങ്കിൽ മാത്രം ബ്രേക്ക് കിട്ടും. പുറകിൽ വണ്ടി വരുന്നതെന്ന് നോക്കും. അങ്ങ് അടുത്ത് പകുതിക്ക് താഴെയാണെങ്കിൽ വണ്ടിക്ക് അടുത്ത് വന്നതാണ് പുറകിലുള്ള വണ്ടി. അപ്പോൾ അവിടെ ബ്രേക്ക് ആവത്തില്ല. അതനുസരിച്ചാണ് വണ്ടി കേട്ടോ. അതാണ് ചില വണ്ടിയുടെ ബാക്ക് വശം തളങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ. ചില വണ്ടിയുടെ ബാക്ക് വശം തളങ്ങിയിരിക്കുന്ന കണ്ടില്ലേ. അതെല്ലാം ഇവർ ശ്രദ്ധിക്കാതെ ഓടിച്ചു നോക്കിയിട്ട് അവിടെ പുറകിൽ വന്ന് വണ്ടി
പറഞ്ഞ ഡിഫൻസീവ് ഡ്രൈവുന്നത് കുറേ വന്ന് വണ്ടിക്കാരാണ് ഇത് നോക്കുന്നത്. എന്നാൽ നമ്മുടെ വ്യത്യാസം നമ്മൾ കാരണം ആൾക്കൊരു അപകടം ഉണ്ടാകല്ലേ എന്ന് കരുതി നമ്മൾ പിന്നെ ചെയ്യുന്ന പ്രവർത്തിയാണ് ഡിഫൻസീവ് പിന്നെ പിന്നെ ചെറുത് കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് പോരെ, ഗ്രൗണ്ടിലേക്ക് ഇട്ടാലാണ് എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. ആരോട് ചോദിക്കാവോ? എയർ ബാഗ് വർക്ക് ക്ലാസ് ഇട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. ഇൻഷുറൻസ് കമ്പനിക്കാരൊക്കെ വന്ന് നോക്കും. ഓഫീസിലേക്ക് വാ. കമ്പനിക്കാർ വന്ന് നോക്കും എങ്ങനെ നമുക്ക് ഇൻഷുറൻസ് തരാതിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് തരുള്ളൂ. ഒരു ലക്ഷം വേണം വേണ്ടേ? സീറ്റ് ബെൽറ്റ് ഇട്ടുന്ന ഒറ്റ കാരണത്താൽ ഇൻഷുറൻസ് കൊടുക്കാത്ത പല ക്ലെയിമുകളുണ്ട്. ആ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യൂ. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യും? നമ്മൾ എയർ ബാഗ് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ശരീരം വർക്ക് ചെയ്താൽ തന്നെ വർക്ക് ചെയ്യില്ല. അത് നമ്മൾ ബോഡിയൊക്കെ ചെരിഞ്ഞും ഒക്കെയാണ് പോയിരിക്കുള്ളൂ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബോഡി കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ, ലോക്ക് ആവുള്ളൂ. സീറ്റ് ബെൽറ്റ് ലോക്ക് ആവും. അതുപോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ഇട്ടോ അല്ലെ അച്ഛാ അതെ ചേട്ടാ ഇട്ടോ അങ്ങനെ വർക്ക് ചെയ്യില്ല. വണ്ടി ഓടി സ്റ്റാർട്ടിങ് ആയിക്കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും സീറ്റ് ബെൽറ്റ് പിടിച്ച് വലിച്ചാൽ സീറ്റ് ബെൽറ്റ് വർക്കായില്ല. മനസ്സിലായോ? സീറ്റ് ബെൽറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാണ് പോകുള്ളൂ. അല്ലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും സീറ്റ് ബെൽറ്റ് വർക്കായില്ല. ഓടിച്ചപ്പോൾ ഒരു പോലീസ് അപ്പോൾ വളരെ നിൽക്കും, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ അപ്പോൾ നിൽക്കും. അപ്പം നമ്മൾ ഓടിച്ചു അയ്യോ എന്നാൽ വേഗം വലിച്ചിട്ടേക്കാം, നമുക്ക് വലിച്ചിട്ടാണ് സാധനം വർക്കായി. ഒരു വണ്ടിയിലെ ഇൻഷുറൻസിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും എന്തൊക്കെ വേണം? വണ്ടിക്ക് ഇൻഷുറൻസ് വേണം, 1 ലക്ഷം വേണം, ആർക്ക് ബുക്ക് വേണം വണ്ടിയുടെ. അതിപ്പോൾ മൊബൈലിൽ അത് പറഞ്ഞു. ഇത് എല്ലാ കാര്യങ്ങളും ടാക്സ്, ഇൻഷുറൻസ് ഇതെല്ലാം വേണം. എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇല്ലാതെ വണ്ടി ഓടിച്ചു തപ്പി ഇത് അപകടം പറ്റുന്ന ഓടിച്ചു. അവർ നമ്മുടെ കുടുംബം വിറ്റാൽ പോലും തീരാത്തവരാണ്. എല്ലാ വലിയ ഗൾഫുകാർ കാണും. അപ്പോൾ അവരുടെ ഫാമിലി എങ്ങനെ ജീവിക്കുന്നത്, അവരുടെ മക്കൾ എങ്ങനെ ജീവിക്കണം, വലിയ ഡോക്ടർമാരായിരിക്കും അവരുടെ മക്കൾ എങ്ങനെ ജീവിക്കണം, അതിൽ ആൾക്കാർ ഓരോ ജോലി ചെയ്യുന്നത് അതനുസരിച്ചാണ് നമുക്ക് അയാളുടെ പ്രായം. അത് മാത്രമല്ല അവരുടെ ഫാമിലി എങ്ങനെ ജീവിക്കും, അയാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കാൻ സാധ്യതയുണ്ട്, ആ രീതിയിലാണ് ഇൻഷുറൻസ് വരുന്നത്. അപ്പം നമ്മൾ ഒരു കാരണത്തിൽ ഇൻഷുറൻസ് മുടക്കില്ല. ഇൻഷുറൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നു. ഒരു വർഷമാണ് ഇൻഷുറൻസ് ഉള്ളത്. ഇപ്പം പുതിയ വണ്ടിക്ക് 5 വർഷമാണ്. അത് തേർഡ് പാർട്ടി ഉള്ളൂ. ഫുൾ കവർ വേണമെങ്കിൽ 1 വർഷം ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എടുക്കണം. ഫുൾ കവർ വേണമെങ്കിൽ 1000 എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് 5 വർഷത്തേന് ഇൻഷുറൻസ് ഉണ്ട്. ഒരു വണ്ടി നമ്മൾ പോയി ഒരാൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പറഞ്ഞാൽ എന്നതാ അറിയാമോ? അതായത് നമ്മുടെ വണ്ടിയിരിക്കുന്ന ആൾക്കാർക്കൊന്നുമില്ല. വണ്ടി പോയി തട്ടി ആർക്കെങ്കിലും അപകടം ഉണ്ടായി അവർക്ക് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ. വണ്ടിക്കകത്തിരിക്കുന്ന നമ്മൾ തേർഡ് പാർട്ടി ഉണ്ട്, നമ്മൾ ഡ്രൈവറാ അല്ലെ നമ്മുടെ വീട്ടുകാർ അകത്തുണ്ട്, അവർക്കൊന്നും കിട്ടുമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഈ വണ്ടി പോയി ആർക്കും തട്ടി വേറെ ആൾക്ക് അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അതേസമയം ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ തട്ടി വണ്ടിക്ക് അന്നേരം നമുക്ക് മനസ്സിലായില്ലേ? അന്നേരം ആ കാശ് നമുക്ക് കിട്ടും. അല്ലാതെ പോയി പോസ്റ്റലൊക്കെ കിട്ടുന്ന കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. പിന്നെ തേർഡ് പാർട്ടി അല്ല, ഫുൾ കവർ ആണെങ്കിലോ, ഫുൾ കവർ ആണെങ്കിൽ നമ്മൾ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ കിട്ടും. വണ്ടി തട്ടിയാൽ അതിന് കാശുണ്ട്. അതുപോലെ വണ്ടിയെ ഇരുന്ന് ഓടിക്കാൻ നമുക്കുണ്ട്. ഈ വണ്ടിയായിട്ട് ആർക്ക് എന്തൊക്കെ അപകടം പറ്റുന്നുണ്ടോ അതിനെല്ലാം ഫുൾ കവർ ഇൻഷുറൻസ്. വണ്ടിയുടെ ബോഡി വരെ എന്ത് വേണമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ നന്നാക്കി തരും. അതിന് ഇത്ര ശതമാനം പൈസ നമ്മളോട് മേടിക്കേണ്ടവർ കേട്ടോ. വണ്ടി അതിനകത്ത് തട്ടി കഴിയുമ്പോൾ ഒന്ന് തട്ടി, ഈ പ്രാവശ്യം തട്ടി, അടുത്ത വർഷം കഴിയുമ്പം തട്ടി അവർ കാശ് തന്നേക്ക് എത്രയാണോ അതനുസരിച്ച് കുറച്ചാണ് നമുക്ക് ബാക്കി വാങ്ങി. ഈ പുതിയ ആദ്യം നമ്മൾ തട്ടുവാണെങ്കിൽ അത് അവർ ഒരുവിധം ഒരു 90% അവർ പൈസ തരും. ഇനി നമുക്ക് ടയറിനെ പറ്റിയാണ്. ടയർ എങ്ങനെയുള്ള ടയറായിരിക്കണം? കട്ട ഉള്ളതായിരിക്കും. കട്ട ചെയ്ത ടയർ എന്ന് പറയുമ്പോൾ എന്താ, ഒരു ടയർ ഓടിച്ച് തീർന്നു കഴിഞ്ഞിട്ട് വേറെ പോയി കട്ട കൊടുത്ത് രണ്ടാമത് കട്ട് ചെയ്ത് മേടിക്കും. അതിനെ വെച്ച് കൊള്ളാതെ ടയർ നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടയറിന്റെ ആ ക്വാളിറ്റി നഷ്ടപ്പെടും. അതായത് സ്റ്റോക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകും കട്ട് ചെയ്ത ടയർ. അത് ഒറിജിനൽ ടയർ പുതിയ ടയറാണെങ്കിൽ അതിന്റെ ആ മയവും മാർദ്ദവും എല്ലാം ക്ലിയറായി. മറ്റേ ടയർ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വണ്ടി പണി വന്നോണ്ടിരിക്കും. സ്റ്റോക്കപ്പിലൊക്കെ നമ്മൾ ഷേക്ക് ഒന്ന് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ടയർ കട്ട തീർന്നിട്ടുണ്ടോന്ന് അറിയുന്നത് എങ്ങനെയാണ്? കട്ട തീർന്നിട്ടുണ്ടോന്ന്
ഇതുണ്ട്. ഇതാണ് ഈ ചെളി എന്ന് പറയുന്നത്. ഇത് കട്ടയുള്ള കാരണമാണ്. ഇപ്പൊ ചെളിക്കാത്തോടെ വണ്ടി കയറി വരുവാണെങ്കിൽ ഈ കട്ടയുള്ള കാരണമാണ് ഈ ചെളി അതിനോട് കയറിയിട്ട് ഗ്രിപ്പ് വന്ന് പിടിച്ച് വണ്ടിക്ക് ഓടി വരാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ വെള്ളം ജലവാളി എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള ടയർ കട്ട ചെയ്യാത്ത ടയറാണെങ്കിൽ കട്ട തീർന്ന ടയറാണ് അതിന്റെ എന്ത് വെച്ചും വണ്ടി ചെതറി പോകും. ചവിട്ടിയെ കിട്ടില്ല, വണ്ടി പാളി. കട്ടയുള്ളതാണെങ്കിൽ ആ കട്ടയ്ക്കകത്തോടെ വെള്ളം കയറ്റി പൊക്കോളും കേട്ടോ. ഇതുണ്ടെങ്കിലാണ് മൈലേജ് കൂടുതൽ കിട്ടും. നമ്മളൊരു വണ്ടി മൈലേജ് കൂടുതൽ കിട്ടും. മൈലേജ് കൂടുതൽ കട്ട ഉണ്ടെങ്കിൽ അത് മൈലേജ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ വണ്ടി നിയന്ത്രിക്കാൻ സ്പീഡിൽ നിൽക്കുമ്പോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കട്ട ഇല്ലെങ്കിൽ അതിനാ വണ്ടി പാളിപ്പോകും കേട്ടോ. അതുപോലെ ചെളിയുണ്ട്. അപ്പൊ വണ്ടി ബ്രേക്ക് ചെയ്യാൻ പാടില്ല സ്ഥലം ഏതാ? ബ്രേക്ക് ചവിട്ടാൻ പാടില്ല സ്ഥലങ്ങൾ. അളവിൽ ബ്രേക്ക് ചവിട്ടില്ല വണ്ടി അളവിലാണോ? വണ്ടി ബ്രേക്ക് ചെയ്യാൻ പാടില്ല സ്ഥലങ്ങള് ലൈസൻസൊന്നുമല്ല. ചെളി ഉള്ളിടത്താണ് ബ്രേക്ക് ചവിട്ടാൻ പാടുണ്ടോ? അവിടെയാണ് ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ട് വയ്യ. ഫസ്റ്റ് ഗിയർ ആ വണ്ടി വീലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ചെളിയുള്ളവർക്ക് ചെളിയുള്ളത് നമ്മൾ ഓടി ചെന്ന് ചെളിയുണ്ട് ഒറ്റ വണ്ടി വലിച്ചു മാറ്റിക്കൊണ്ട് പോകണം. അതുപോലെ പായലുള്ളവർക്ക് തന്നെ നമ്മൾ ബ്രേക്ക് പിടിക്കുന്നത് വണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. വണ്ടി വീലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെയും ബ്രേക്ക് പിടിക്കും. പിന്നെ എന്നാ ചരല്, ഈ വണ്ടിയുടെ ഈ റോഡിൽ കൂടെ ചരലിട്ട് അവിടെ ചെന്ന് ബ്രേക്ക് പിടിക്കുക. ചില ചൂരത്തൊക്കെ വന്നു കഴിയുമ്പോൾ എന്നാ ബ്രേക്ക് പിടിച്ചാൽ എടുത്തെടുത്ത് വീഴണം അല്ലേ? അപ്പൊ അതുപോലെ ഈ 3 സ്ഥലങ്ങളിൽ കേട്ടോ. ഫോണടിക്കാൻ പാടില്ല സ്ഥലങ്ങൾ ഏതാണ്? ഫോണടിക്കാൻ പാടില്ല സ്ഥലങ്ങൾ കോടതി, കോടതി, ആശുപത്രി, പിന്നെ ഫോണടിക്കാൻ പാടില്ല സ്ഥലങ്ങൾ. അത് ഓൺലൈൻ പാടുന്ന സ്ഥലങ്ങളിലൊക്കെ പിന്നെ അത് അങ്ങനെ ബോർഡ് സൈൻ ബോർഡ് വൃത്തത്തിലാണ് നിർബന്ധമായി പാലിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഓടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് വെട്ടിട്ടുണ്ട്. അപ്പൊ അവിടങ്ങളിലൊന്നും ഓടിക്കാൻ പാടില്ല. അതുപോലെ രാത്രി, അതുപോലെ വേറെ സ്ഥലമുണ്ട്. എങ്ങനെയാ കോളനികളില്ലേ, കോളനി ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങൾ, അവിടെ ഒരു കാരണവശാലും ഓണടിക്കില്ല. അവിടെ ആശുപത്രിയിൽ ആൾക്കാർ വയ്യാതെ ഇറങ്ങുന്നവരാണ്, അങ്ങനെ വന്നിട്ട് ഉറങ്ങുന്നവരാണ്, അസുഖമുള്ളവരാണ്. അപ്പൊ അവിടങ്ങളിലൊന്നും നമ്മൾ ഓണടിക്കില്ല കേട്ടോ. പിന്നെ അവിടെയൊക്കെ പിന്നെ സ്കൂൾ പരിസരങ്ങളുടെ സ്പീഡ് എത്രയാണ്? സ്കൂൾ പരിസരങ്ങൾ 35 30 താഴെ, 30 താഴെ. 30 പറഞ്ഞാൽ 30 തന്നെ വെച്ചോണ്ടിരിക്കല്ലേ, 30 താഴെ. അവിടെ സാഹചര്യം അവിടെ എന്ത് ചെയ്യാം? ഫോൺ അടിക്കാൻ പാടില്ല. ഫോൺ അടിക്കുന്ന സാഹചര്യം വന്നാൽ ചെയ്യും. ഫോൺ അടിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യം വന്നാൽ ചെയ്യും. സ്കൂൾ പരിസരത്ത് ഫോൺ അടിക്കാൻ പാടില്ല അല്ലേ? അപ്പൊ അങ്ങനത്തെ സാഹചര്യം എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നോടെ ആ സാഹചര്യം ഒഴിവാക്കുക, വണ്ടി ഓഫ് ചെയ്ത് നിർത്തുക. അവിടുത്തെ അന്നത്തെ സിറ്റുവേഷൻ കഴിഞ്ഞ് അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ അതായത് ഫോണിന്റെ സ്വഭാവം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും ഇല്ലേ? അല്ലാതെ ഓടി വന്ന് അടിച്ച് ചാടാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ്. അപ്പൊ ആ സിറ്റുവേഷൻ ഒഴിവാക്കുക. പിന്നെ പിന്നെ ഫോണടിക്കാൻ പാടില്ല സമയം എപ്പോഴാണ്? എപ്പം കിട്ടും സമയം? രാത്രി 8 മണി എപ്പോഴുണ്ട് സമയം? 6 മണി തൊട്ട് നേരം വിളിച്ച് 8 മണി വരെ വണ്ടി ഓണടിക്കരുത്. അതാണ് സമയം കേട്ടോ. അപ്പം പിന്നെ ഒരു ഡ്രൈവർ എങ്ങനെ വണ്ടി ഓടിക്കണം? ഇടത് ദിവസം ചേർന്ന് വണ്ടി ഓടിക്കുകയും ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കടത്തി വിടുകയും ചെയ്യണം. അത് റൂൾസ് ആൻഡ് റെഗുലേഷനിൽ പെടുന്നത് അല്ലേ? അതിനുള്ളതാണ് സൈൻ ബോർഡ്. സൈൻ ബോർഡ് എത്രയുണ്ട്? എത്ര സൈസ്? 3 സൈസ്. ഏതൊക്കെയാ? റൗണ്ട്, സ്ക്വയർ, ട്രയാങ്കിൾ. അപ്പൊ വൃത്തത്തിലുള്ള നിർബന്ധമായി പാലിക്കണ്ടേ അല്ലെ? നിർബന്ധമായി പാലിക്കുന്നത് 2-3 നിർബന്ധമായി പാലിക്കണ്ടേ വൃത്തത്തിലുള്ള അടുത്ത തിരിയാളിലൊക്കെ എന്നാ? അടുത്ത തിരിയാളുടെ ഇതിലുള്ള ത്രികോണത്തില. അത് മുന്നറിയിപ്പ് ഞങ്ങൾ അടുത്ത തിരിയാനുള്ള നിങ്ങൾ ചെയ്യണമെന്നുള്ളത്. സ്പീഡ് ലിമിറ്റ്, ഓവർടേക്ക് പാടില്ല. പിന്നെ ഓണടിക്കാൻ പാടില്ല. ഓണടിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, വൃത്തിയായി ഓണടിക്കണം എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കേട്ടോ. അതൊക്കെ വൃത്തത്തിലാണ്. പിന്നെ ത്രികോണത്തിലുള്ള മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ. ഏതൊക്കെ മുന്നറിയിപ്പ് ചിഹ്നങ്ങൾ? വളവ്, വലത്തോട്ട് വളവ്, ഇടത്തോട്ട് വളവ്, പിന്നെ അടുത്തത് വഴി കൊടുക്കാന്നുള്ള. പിന്നെ അത് ത്രികോണം തലയിരിച്ച് വെച്ചിരുന്നു അല്ലേ? അത് മട്ടത്തിന്റെ അകത്ത് വരും. പിന്നെ അടുത്ത് പിന്നെ ഒരു റോഡുണ്ട്, അങ്ങോട്ട് റോഡുണ്ട്, പാരലായിട്ട് റോഡുണ്ട്. അല്ലെങ്കിൽ
അടുത്തുള്ള തന്നെ ആശുപത്രി അടുത്തുള്ള ആശുപത്രി പിന്നെ ബസ്സും കട്ടിലും പിന്നെ ആശുപത്രി പിന്നെ സ്കൂൾ അടുത്തുണ്ട്. സ്കൂൾ അടുത്തുള്ള ഭക്ഷണശാല പിന്നെ പെട്രോൾ പമ്പ് സ്കൂൾ അടുത്തുള്ള തിരുവോണത്തിന് അത് നമ്മളെ പറഞ്ഞു പോയതാ കേട്ടോ. തിരുവോണത്തിലുള്ള അത് മുന്നറിയിപ്പ് നിങ്ങൾ സ്കൂൾ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് കേട്ടോ. അത് അറിവിലേക്കല്ല, അതൊക്കെ മുന്നറിയിപ്പ് ഞങ്ങൾ. പിന്നെ എത്ര ആയല്ലോ ഒരു മെയിൻ റോഡ് ഒരു റോഡിൽ നിന്ന് അടുത്ത റോഡിലോട്ട് കയറുമ്പോൾ മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ നമ്മൾ എത്രയാണ് അവിടെ മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ അടുത്തോട്ട് മത്സരം മറ്റേ എങ്ങോട്ട് വരണം മത്സരം മെയിൻ റോഡിലോട്ട് നമ്മൾ കയറുമ്പോൾ നമ്മൾ വണ്ടി ചവിട്ടി നിർത്തണം. മെയിൻ റോഡാണ്. അപ്പൊ നമ്മൾ നിർത്തുക. നിർത്തിയിട്ട് എന്ത് ചെയ്യണം? വലത്തുനിന്ന് വണ്ടി വരുന്നത് നോക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇടത്തുനിന്ന് വണ്ടി വരുന്നത് പിന്നെയും വലത്തുനിന്ന് വണ്ടി വരുന്നത് നോക്കണം. എന്നിട്ട് വലതുവശം പകുതിയോളം ചേർക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇടത്തുനിന്ന് വണ്ടി വരുന്നത് നോക്കിയിട്ട് വേണം ഇടതുവശത്തോട്ട് പോകാം കേട്ടോ. വലത്തുനിന്ന് വണ്ടി വരുന്നത് നോക്കി വലതുവശം ചേർത്ത് പിന്നെ ഇടത്തോട്ട് നോക്കിയിട്ട് പിന്നെ അടുത്തത് കയറും. ഓക്കെ. പിന്നെ ഏത് റോഡ് നമ്മുടെ ഡ്രൈവർ അങ്ങനെ ഇടതുവശത്ത് നിന്ന് അടുത്ത റോഡിന് ഇടതുവശത്തോടെ പോകാം. ഇപ്പൊ പിന്നെ ട്രാഫിക് സിഗ്നലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വലത്തോട്ട് കിടക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? അത് റോഡിന്റെ നടുഭാഗത്തോടെ നമ്മൾ കയറി പോകരുത്. അതായത് അപ്പുറത്തെ ഇടതുവശം ഇടത് വലത്തോട്ട് തിരിച്ചതിന്റെ ഇടതുവശത്തിന്റെ അത് രണ്ടായിട്ട് വായിക്കണം. അപ്പൊ അതിന്റെ നടുഭാഗത്ത് വലത്തോട്ട് നടുഭാഗത്തോടെ അതായത് അവിടെ നിന്ന് വരുന്ന നേരെ വരുന്ന വണ്ടി ആ വലത്തോടെ സ്ത്രീലില്ല ഇടതുവശം. അപ്പൊ അവരിങ്ങനെ കയറി വരാൻ സാധ്യത. അതായത് നമ്മളിങ്ങനെ കുറച്ച് കയറി ഒരു 100 മീറ്ററോളം ചെന്നിട്ട് വേണം പയ്യ ഇങ്ങോട്ട് കയറുന്നത്. അപ്പൊ അവരാണെങ്കിലോ അവിടുന്ന് വരുന്നവരാണെങ്കിലോ കുറച്ച് ദൂരം ഇങ്ങനെ കയറി ചെന്നിട്ട് ഇവിടുന്ന് വണ്ടി വരുന്നത് വലത്തുനിന്ന് വണ്ടി വരുന്നത് ഉറപ്പാക്കി വേണം അവർ ഹാൻസിക്കില്ലാത്തതുകൊണ്ട് ഹാൻസിക്കില്ല കൈ കൊണ്ട് കാണിക്കുന്നത് കാണിച്ചില്ല പത്തൊന്ന് ചെയ്യാനുള്ള പിന്നെ അകന്ന് നിന്ന് കാണിച്ചു അകന്ന് നിന്ന് കാണിച്ചു കയ്യപ്പ അകന്ന് നിന്ന് കാണിച്ചു ഒരാളുടെ മേത്ത് കൈ ഏതാണ്ട് മാറിച്ചിട്ട് നീങ്ങുന്ന വലത്തോട്ട് ചെയ്യാനുള്ളത് ഇടത്തോട്ട് ചെയ്യാനുള്ള എങ്ങനെയാ എങ്ങനെയാ നിങ്ങൾ പത്തൊന്ന് ചെയ്യാൻ എങ്ങനെയാ കേട്ടോ. ഇടത്തോട്ട് ചെയ്യാനുള്ള കൈ നല്ലാതെ കേട്ടോ. 3 വന്നിട്ട് റോഡ് കേട്ടോ. റോഡാണ് സ്റ്റോപ്പ് കൈ നല്ല കൈ നല്ല കൈ ഇങ്ങനെയാണല്ലോ കേട്ടോ. വലത്തോട്ട് ചെയ്യാനുള്ളത് പിന്നെ എങ്ങനെയാ കൈക്ക് പൊങ്ങി വരണം ഉണ്ടെങ്കിൽ നമ്മളൊരു മനസ്സിലായി അതിനൊക്കെ പയ്യപ്പോ അല്ലെങ്കിൽ നമ്മൾ അതിനെ നോക്കില്ലോ നല്ല ശക്തിക്ക് അറിയാനില്ല നമ്മൾ നമ്മളെ നോക്കോളൂ. അതുപോലെ നമ്മൾ കൈക്ക് വലിയതായിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ചൂടാൻ ചെയ്യാനുള്ള ചൂടാൻ ചെയ്യാനുള്ള 5 സിഗ്നലുണ്ട്. അത് 6 കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ചൂടാൻ ചെയ്യാനോട് കൂടി ട്രാഫിക്കിലായിട്ട് ജംഗ്ഷനില് മഞ്ഞ കേട്ടോ. അപ്പൊ ചുമന്ന ലൈറ്റ് കഴിയുമ്പോ എന്ത് ചെയ്യണം? അല്ലേ? അപ്പൊ പിന്നെ മഞ്ഞ ലൈറ്റ് കഴിയുമ്പോ പോകാം. അന്ന് കഴിഞ്ഞ് മഞ്ഞ ലൈറ്റ് കഴിയുമ്പോ പോകാൻ റെഡിയാണ്. നിർത്താൻ തയ്യാറാവുക കേട്ടോ. നിർത്താൻ തയ്യാറാകുന്ന മുന്നറിയിപ്പ് അങ്ങനെ അടുത്ത ചുമല വരുവാ. അടുത്ത ചുമല നിങ്ങൾ നിർത്തണം. അപ്പൊ അതിനുള്ള സാഹചര്യം ഈ മഞ്ഞ ലൈറ്റ് അതായത് ആ സാഹചര്യം തീവ്രമായ വണ്ടികളില്ല വലത്തോട്ട് തിരിഞ്ഞ ആള് വലതുവശത്ത് എടുക്കുക നേരെ പോണയാള് നടുക്ക് എടുക്കുക ഇടത്തോട്ട് പോണയാള് ഇടത് വശത്ത് എടുക്കുക. അപ്പൊ 3 സ്ഥലം ഇങ്ങനെ പാർക്കിംഗ് ഇല്ലാത്ത ആള് എന്ത് ചെയ്യണം? 2ആയിട്ട് ഭാഗിക്കും. അത് ഫ്രണ്ടിലോട്ട് പോണയാള് വലതുവശത്തും വലത്തോട്ട് പോണയാള് വലതുവശത്തും ഇടത്തോട്ട് പോണയാള് മാത്രം രണ്ടുപേരും വലതുവശത്താണ്. വലത്തോട്ട് പോണയാള് ഇടത്തോട്ട് പോണയാള് മാത്രം ഇടതുവശം. അപ്പൊ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോണയാൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇടത്തോട്ട് പോണയാൾ വലത്തോട്ട് പോണയാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ പോകുന്നത് ചേർക്കും. അപ്പൊ ഈ വലത്തോട്ട് പോണയാളെ ഇടതുവശത്ത് വെക്കണം ചെയ്യും. ഇവിടെ കിടക്കുന്ന ആൾക്കാർ വന്ന് വലത്തോട്ട് പോണ ആൾക്കാരെ ബ്ലോക്ക് ചെയ്യും. ആ സമയം അത്ര ആൾക്കാരുടെ സമയം അതിനകത്ത് ആ വണ്ടി പോയി ഇടിച്ചാൽ തന്നെ നമ്മളെ കാശുപറ്റുന്നത്. നമ്മളെല്ലാ നിയമങ്ങളും പാലിച്ച് ആൾക്കാരുടെ സമയം ലാഭിക്കുകയും ആൾക്കാർക്ക് ഒരു അപകടം ഇല്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കുകയും ചെയ്യുക. ആരുടെ ഒരു ജീവന് നമുക്ക് പകരം വെക്കാൻ പറ്റില്ല അല്ലേ? അത് കഴിഞ്ഞ് മഞ്ഞനായിട്ട് തൊടുകളും ചെയ്യണം. എന്ത് ചെയ്യും? മഞ്ഞ ശ്രദ്ധിച്ചു പോകാന്നുള്ളതാണ് കേട്ടോ. അപകട സാധ്യത ശ്രദ്ധിച്ചു പോവാം കേട്ടോ. അപകട സാധ്യത മാത്രമല്ല ശ്രദ്ധിച്ചു പോകാന്നുള്ളൂ. ചുമലയാണെങ്കിലോ ചുമലയാണെങ്കിൽ തൊടും കഴിഞ്ഞ് ഉറപ്പ് വരുത്തുക. അതായത്
അപകടം വരുന്ന ഉറപ്പ് വെക്കുക. നിർത്തിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അപ്പൊ നിർത്തി അവിടെ നിന്ന് അത് നോക്കാം. അതെവിടെയാണുള്ള അത് തന്നെ റെയിൽവേ ക്രോസ് സമരം കെടും തെളിയും ചെയ്യാനല്ല വണ്ടി നിർത്തി അപകടം വരുന്ന നോക്കുക. അത് എവിടെയൊക്കെയാണ് നമ്മള് റെയിൽവേ ക്രോസ് ഇല്ലേ, അവിടെ നമ്മളിപ്പോ ലോറിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വണ്ടി ഒരാളെ ഇറങ്ങി അവിടെ പോയി നിൽക്കും. അവിടെ നിൽക്കുന്ന ഡ്രൈവറോട് അവിടെ കടന്നു നോക്കാൻ പറയും. അങ്ങനെ അവിടെ വലിയ ഉറപ്പ് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഡ്രൈവറെ മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ വേറെ വണ്ടി ആരെങ്കിലും കടന്നു പോകുന്ന അനുവാദം തന്നെ മാത്രം പോകുള്ളൂ. അപ്പൊ ഈ ചമല ഇവിടെ ഈ ഭാഗങ്ങളിലായാലും നമ്മൾ ചമല തിരുവനന്തപുരം ചെയ്യുന്നതാണ്. ഈ ഭാഗങ്ങളിൽ നമ്മൾ പോയിരുന്നു അങ്ങനെ കണ്ടിട്ടുണ്ട്. അവിടെ നെല്ലാപ്പാറ ഇല്ലേ, നെല്ലാപ്പാറ കേട്ടല്ലേ, അത് തിരുവനന്തപുരം ചെയ്യല്ലേ. അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. അവിടെ നമ്മൾ നിർത്തി അപകടം വരുന്ന ഉറപ്പ് വരുത്തി പയ്യാണ്. അവിടെ സെക്കൻഡ് ഇട്ടാണ് അവിടെയൊക്കെ 20 കിലോമീറ്റർ സ്പീഡ് അതാണ്. 20 കിലോമീറ്റർ സ്പീഡ് ആകുമ്പോൾ ഏത് കയറുണ്ട് സെക്കൻഡ് കയറും കേട്ടോ. 20 കിലോമീറ്റർ താഴെയാണ്. ആ 20 കിലോമീറ്റർ താഴെ ഉണ്ടെങ്കിൽ മാത്രമേ ആ റോഡിന് രീതിയിലുള്ള രീതിയിൽ വണ്ടി അപകടം ഇല്ലാത്ത രീതിയിൽ വരുള്ളൂ. അല്ല 20 കിലോമീറ്റർ എന്നുള്ള 30 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ വണ്ടി സ്പീഡ് കൂടി വൈഡായിട്ട് നിൽക്കും. അപ്പൊ നമ്മൾ ആ വളവില് ഇടതുവശത്ത് വലത്തോട് തിരിയുന്ന സ്ഥലത്ത് മാത്രം കൂടുതലാണ്. വലത്തോട്ട് പോകുന്നോട്ട് മാത്രം അതാണ് ഇടത്തോട്ട് ഇപ്പൊ നമ്മൾ പോവാം പോവാം. അപ്പൊ അവിടെ ഇങ്ങനെ വീതി കൂടുതലാണ്. ഇടത്തോട്ട് പോകുമ്പോഴേ ഇങ്ങനെ വീതി കൂടുതലാണ്. അതന്നെ നമുക്ക് ആ വശം കാണാൻ പാടില്ല. നമ്മൾ കാണാൻ പറ്റുമോ അല്ലെ, ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ കയറി വരണം. അപ്പൊ കയറി വരുമ്പോൾ എന്തായാലും അവിടുന്ന് ആൾക്കാർ നമ്മൾ തന്നെ ചെയ്യാം വലതുവശത്തോടെ ആക്കുക. അപ്പൊ അവർക്കുള്ള ഗ്യാപ്പുകളോടെ ഇടണം. അത് കാരണമാണ് ഈ നിങ്ങൾ വളരെ കുറച്ചുള്ള ഇപ്പം നിങ്ങൾ അടുത്തുള്ള ഓടിക്കുന്ന കുറച്ചാണ് അന്നൊക്കെ കേട്ടോ. വളം ഇങ്ങനെ ഇടതുവശത്ത് പറഞ്ഞാൽ അവർ വരുന്ന സ്ഥലങ്ങൾ കൂട്ടി നമുക്ക് ഇത് കയറുമ്പോൾ. അപ്പൊ അതാണ് ഈ ഇടതുവശത്തോടുള്ള ഏറ്റവും വീതി കൂടുതൽ കേട്ടോ. അതനുസരിച്ച് നമ്മൾ പോകണം. അപ്പൊ അല്ലാതെ കറക്റ്റ് പകുതി വെച്ചിട്ടേക്കല്ല അവിടെ വളവ് കേട്ടോ. ഇടതുവശത്തോടുള്ള ഒരു 2-3 അടി കൂടുതലായി. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി വൃത്തിയായിട്ട് വണ്ടി വിടും.